പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്പുമായാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് പച്ച പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറിയ കഷ്ണമായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയൊന്നും വേണ്ട, ഒരല്പം കട്ട് ചെയ്തെടുക്കാം. പപ്പായ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് മതി. മിക്സിയുടെ ജാറിലേക്ക് ഈ പപ്പായ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഒരു 2 ടീസ്പൂണ്, ഒരു 1/4 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കടലമാവ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കടലമാവ് ഇട്ടതിന് ശേഷം ഒരു 1/2 സ്പൂൺ പച്ചമഞ്ഞൾ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് കയ്യിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള 1-2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. എല്ലാവരുടെയും സ്കിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പല ടൈപ്സ് വീഡിയോസ്. ചിലർക്ക് അത് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് ഏതാണ് സ്കിന്നിൽ ചേരുന്നത് അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. മഞ്ഞൾ അങ്ങനെ സ്കിന്നിന് ചേരില്ലാത്തവർ മഞ്ഞൾ ചേർക്കേണ്ട, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മഞ്ഞളില്ലാതെയും നമ്മൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് റബ്ബ് ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ വെച്ചിരിക്കണമെങ്കിൽ വെച്ചിരിക്കാവുന്നതുമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നില്ല, ഞാനിപ്പോൾ കഴുകിയെടുക്കുകയാണ്. നല്ലതുപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. സ്കിന്നിനൊക്കെ ഒരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട്. ചുളിവുകളൊന്നുമില്ല, ക്ലീനായ സ്കിന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. വെരി സിമ്പിളാണ്, വീട്ടിലിരുന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.